ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജിംഗിൾസ് ആൻഡ് മാർവൽസ് കളക്ഷൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ്. എൻ്റെ ചാനലിൻ്റെ പേര് സോഫീസ് ഗുഡ് ലൈഫ്. അപ്പോൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, സൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് തരാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റ് അത്രയും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് വരുന്നത് കണ്ടോ, ആദ്യത്തെ കുർത്തി വരുന്നത് ഒരു ചിക്കൻ കാരി, കോട്ടണിലുള്ള ചിക്കൻ കാരിയാണ്. കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കാരി മറ്റേ ഷിഫോൺ ജോർജറ്റിൽ ഇട്ടിരുന്നു. ഇതിപ്പോൾ നോർമൽ നല്ല കോട്ടൺ പോലത്തെ ചിക്കൻ കാരിയാണ്, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് വരണത് ഡാർക്ക് ഗ്രേപ്പ് കളറാണ് വരുന്നത്. അതുമ്പോൾ ഇവിടെ വൈറ്റ് കളറിൽ ചിക്കൻ കാരിയുടെ കോട്ടൺ വർക്ക് വന്നിരിക്കുന്നു, ഫ്ലവേഴ്സ് വന്നിരിക്കുന്നു. സ്ലിറ്റുള്ള കുർത്തിയാണിത്. ഇതിന് ലൈനിങ് ഒന്നും ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഇത് കോട്ടൺ ആണല്ലോ. അതിൻ്റെ പുറകുവശം ഇങ്ങനെ വരുന്നു കണ്ടോ. ഇതിന് വരുന്ന പ്രൈസ് 250 റുപ്പീസാണ്. വളരെ കുറഞ്ഞാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഒരുപാട് നമ്പേഴ്സ് ഇല്ല, അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് ഞാൻ തരുന്നതാണ്. ഓക്കെ. ഉണ്ടാ അടുത്ത കളർ വന്നുള്ളത് നല്ല ടീൽ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റും, നല്ലൊരു കളറാണ്. ഇതെല്ലാം ഡാർക്ക് കളർ എന്നുള്ള കാരണം കൊണ്ട് വൈറ്റ് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ, അതിൻ്റെയും സ്ലിറ്റ് ഉള്ളതാണ്. അത് വരുന്നത് കണ്ടാ, പുറകുവശം അങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള കുർത്തിയല്ലേ, ജീൻസൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയ കുർത്തിയാണ്. ജീൻസ് എല്ലാം അല്ലാത്ത പൈജാമ ഇട്ടിട്ടൊക്കെ പാൻറ്റൊക്കെ ഇട്ടിടാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിന് വരുന്നത് 250 ആണ്. ഇത് വരുന്നത് ഡാർക്ക് ഗ്രീനിന് കുറച്ച് മിറർ വർക്ക് പോലെ ഉണ്ടോ, മിറർ വർക്ക് നമുക്ക് കണ്ടാവും വിചാരിക്കണോ. ഉണ്ടോ, മിറർ വർക്കും കുറച്ച് എംബ്രോയിഡറി വർക്കും. ഡാർക്ക് ഗ്രീനിന് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. സ്ലീവൊക്കെ 3/4 ആണ്, 3/4 സ്ലീവ് തന്നെ. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതിനും ലൈനിങ് ഇല്ല, നല്ല കോട്ടൺ കുർത്തിയാണിത്. ഉണ്ടോ, ലൈനിങ് ഇല്ല ഇതിനും, കോട്ടൺ കുർത്തിയാണ്. ഇതിന് പുറകുവശം അങ്ങനെ വരുന്നു. ഗ്രീനിന് വൈറ്റ് ലൈൻസ് ആയിട്ടുള്ള ഒരു ബാത്തിക് ഡിസൈൻ പോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കണ്ടോ. ഇതിനും വരുന്നത് 250 ആണ്. നല്ല നീല കളറ്, നല്ല നീലയാണത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നീലയാണത്. ഇത് വരുന്നത് ഇതുപോലെ തന്നെ കോട്ടണിലാണ്, റയോൺ കോട്ടണിലാണ് കണ്ടോ. അതുമ്പോൾ ചെറിയ പ്രിന്റുകൾ പോലെ വന്നിരിക്കുന്നു. അതിൻ്റെ സ്ലിറ്റുള്ള കുർത്തിയാണ്, ലൈനിങ് ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരേ സെയിം കളറിലുള്ള ക്ലോത്ത് കൊണ്ട് തന്നെ പൊതിഞ്ഞിട്ടുള്ള ബട്ടൺ വന്നിരിക്കുന്നു കണ്ട. കവേർഡ് ആയിട്ടുള്ള ബട്ടനാണത്, നല്ല ഭംഗിൻ്റെ അത് കണ്ട. അതിങ്ങനെ അറ്റം വരെ വന്നിട്ടുണ്ട്, നല്ല കളറല്ലേ കണ്ടോ. ഇത് വരുന്നത് ലാർജ് സൈസാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഈ കളറിൽ. ഇതിന് വരുന്നത് 250 ആണ്. ഇതും വരുന്നത് 250. റേറ്റ് വളരെ കുറച്ച് കൊടുക്കേണ്ടതാണ്. കുറച്ച് ദിവസം മുന്നേ വിറ്റിരുന്നു കുറെ പാകിസ്ഥാനി ദുപ്പട്ടകൾ കണ്ടോ. നമ്മൾ മിറർ വർക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കണ്ടോ. പിങ്ക് പല പല കളറുകളാണ് കണ്ടോ. ഇഷ്ടംപോലെ എല്ലാ ചുരിദാറിനും ഇടാൻ പറ്റിയ എല്ലാ കളറുകളും ഉണ്ട് ഇതില്. ഇതിന് വരുന്നത് 275 റുപ്പീസാണ് കേട്ടോ, 275. മിറേഴ്സ് ഒക്കെ കാണുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ലെങ്ത്തും നല്ല സൈസും ഒക്കെ ഉള്ള കുർത്തി ഷോളാണിത് കണ്ടോ. എല്ലാ കളർ ചുരിദാറിനും ഇടാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടാ. എല്ലാ കളറും ഉണ്ട്. 275 ആണ്. മാമ്പഴം മഞ്ഞ പോലത്തെ കളറാണ് കണ്ട. അതിന് 3/4 സ്ലീവാണ്. അതുമ്പോൾ ചെറിയ വീവ് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. വീവാണ് അത്, പ്രിന്റ് അല്ല, വീവാണ്. അത് വരുന്നത് സ്ലിറ്റുള്ള കുർത്തിയാണ്. അതിന് ലൈനിങ്ങും ഉണ്ട് കണ്ടോ. നല്ല ലെങ്ത് ഒക്കെ ഉള്ള കുർത്തിയാണ്. പുറകുവശം ഇങ്ങനെ വരുന്നു. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടത്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന് വരുന്നത് 299 റുപ്പീസാണ്. 299 ഒന്നും ഇത് എവിടെയും കിട്ടില്ല, 299 റുപ്പീസാണ്. ഓക്കെ. അതുപോലെ ഈ വരുന്നത് കണ്ട, അങ്കരംഗ ഡിസൈനിലൊക്കെ ഇതിനെ പറയണേ, ഇങ്ങനെ വരണേന്ന് കണ്ടോ. ഇത് കാന്താ വർക്കില് വരുന്നൊരു ഐറ്റാണ്. കാന്താ വർക്കാണ് ഇതിന്റെ മെറ്റീരിയൽ. ഇടാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണത്, അല്ലാണ്ട് ഭയങ്കര കട്ടിയുള്ള കോട്ടൺ അല്ല, സോഫ്റ്റ് ആണ്. ഇത് 3/4 തന്നെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ലൈനിങ് ഇല്ല, സ്ലിറ്റുള്ള കുർത്തിയാണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. അതിന്റെ നെക്കൊക്കെ കണ്ട, അങ്കരംഗ ഡിസൈൻ എന്ന് പറയുന്നതാണ് ഇത് കണ്ട. ഇതും വരുന്നത് 350 റുപ്പീസാണ്. കണ്ട, ഒരു 2 പീസ് സെറ്റാണ് കണ്ട. ഇതിൽ വരുന്നത് ക്രീമുണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട് കളറാണ് വരുന്നത്. എലാസ്റ്റിക് പാൻ്റാണ് വരുന്നത്. അതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല വീനക്കോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത്. സെയിം കളർ തന്നെ പാൻറ്റും വന്നിരിക്കുന്നത് കണ്ട. സ്ലീവ്സ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ എൻഡിലും ഈ വീനെക്കിൽ കൊടുത്തിട്ടുള്ള അതേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ അല്ലേ. ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ദുപ്പട്ട ഇടാൻ പറ്റും കണ്ട. കളറുകൾ എല്ലാ കളറും ഉണ്ട്, റെഡ്, ബ്ലൂ, ക്രീം. അപ്പോൾ ഇതിൻ്റെ പാൻ്റാണ് ഈ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വരുന്നത് 350 റുപ്പീസാണ്. 350. ഓക്കെ.
അതുപോലെ അടുത്ത് തന്നെ ഇതൊക്കെ കോട്ടൺ ആണ് ട്ടോ. അടുത്തത് തന്നെ നല്ല കോട്ടന്റെ 2 പീസ് സെറ്റാണിത്. ബ്ലൂ കളറാണ് വരുന്നത്. ബ്ലൂമ ചെറിയ പ്രിന്റുകളാണ്, റെഡ് കളറൊക്കെ ഉള്ള പ്രിന്റാണ്. സെന്ററിൽ ഒരു ചെറിയൊരു പാച്ച് പോലെ ഉണ്ട്, കുറച്ച് ബട്ടണൊക്കെ ആയിട്ട് വരുന്നു ഉണ്ടോ. ഇത് സ്ലിറ്റുള്ള കുർത്തിയാണ്, ലൈനിങ് ഒന്നുമില്ല. ഇതിന് വരുന്നത് 350 റുപ്പീസാണ്. രണ്ടും നേരത്തെ കാണിച്ച ഇതും 350 റുപ്പീസാണ്. ഓക്കെ, 2 പീസ് സെറ്റുകളാണ്. അടുത്തത് തന്നെ വേണ്ട ഒരു ഗ്രീൻ കളറുമേ നല്ല റയോൺ പോലത്തെ, ഇവിടെ ഒരു നല്ലൊരു പാച്ച് വന്നിട്ടുണ്ട്, ഒരു നല്ല ഗ്ലിറ്ററിങ് ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കണ്ട. ഈ ചെസ്റ്റിലുള്ള പോലെ തന്നെ ഈ ഡൗണിലും സെയിം കളറിലുള്ള ഒരു പാച്ച് പോലെ ചുറ്റിലും വന്നിട്ടുണ്ട്, പുറകിലും വന്നിട്ടുണ്ട് കണ്ട. അപ്പൊ ഇതിനും വരുന്നത് 250 റുപ്പീസാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള കുർത്തിയാണ്. 250 റുപ്പീസിനൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ അയക്കണത്. അടുത്ത് തന്നെ ഉണ്ട് നല്ല ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറുമേ സ്ലീവ് ഇങ്ങനെ വന്നിരിക്കുന്നു. അതിന്റെ ചെസ്റ്റിലുള്ള ആ പാച്ചിന്റെ തന്നെ മാച്ച് ചെയ്തിട്ട് സ്ലീവിലും വന്നിരിക്കുന്നു, അതുപോലെ അടിയിലും വന്നിരിക്കുന്നു. ഇത് ഒരൊറ്റ സൈസ് ഉള്ളത് എൻ്റെ അടുത്ത് 38 സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കൂടുതലില്ല. 38 സൈസ്. ഇതിന് വരുന്നത് 399 399 രൂപയാണ്. 399 രൂപയ്ക്ക് നല്ല ഓഫ് വൈറ്റ് കളർ, നല്ലതാണ്, സ്ലിറ്റ് ഉള്ളതാണ്. ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കുർത്തിയല്ലേ. ഇതിന് വരുന്നത് 399. മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ. തന്നെ വൈറ്റുമേ റെഡ് കളർ വന്നിട്ടുള്ളതാണ് കണ്ടോ. നല്ല മെറ്റീരിയലാണ്, ജോർജറ്റ് അല്ല, വേറൊരു മെറ്റീരിയലാണ്, വിചിത്ര സിൽക്കോ അങ്ങനത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്. ഇത് സ്ലിറ്റുള്ള കുർത്തിയല്ല, ലൈനിങ് ഉണ്ട്. ഇതിനും വരുന്നത് 399 രൂപയാണ്. ഇതിന്റെ പുറകുവശം ഇങ്ങനെ വരുന്നു കണ്ട. നല്ല കനം കുറവാണ്, നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും കണ്ട. നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ്. ഓക്കെ, 399. ബേക്കിംഗ് പ്രോഡക്ട്സിൽ ബേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ ഫ്ലവർ നെയിൽ. ഇതിന്റെ പേര് ഫ്ലവർ നെയിൽ എന്നാണ്. ഫ്ലവർ നെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഇട്ടിട്ട് റോസ് ഫ്ലവർ അങ്ങനെ ഓരോ ഫ്ലവറുകൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഡിസൈൻ ചെയ്യാനുള്ള ടൂളാണിത്. ഇതിന്റെ പേര് ഫ്ലവർ നെയിൽ എന്നാണ് പറയുക. ഫ്ലവർ നെയിൽ. ഇതിൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കത്തരോണ്ടോ അല്ലെങ്കിൽ ഫോർക്കൊണ്ടോ ഇങ്ങനെ എടുത്ത് നമ്മൾ കേക്കിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തതിന്റെ മുകളിലേക്ക് വെക്കണ ഒരു ഐറ്റാണ് ഇത്. ഫ്ലവർ നെയിൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയുക, ഞാൻ അയച്ചു തരുന്നതാണ്. അതിൻ്റെ തന്നെ ചെറിയ ഐറ്റംസും കിട്ടും, ചെറിയ ഇതുപോലത്തെ. പക്ഷെ ഇത് വിൽറ്റൻ്റെയാണ്, ഇത് എല്ലായ്പ്പോഴും നമുക്ക് കിട്ടില്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റാണല്ലോ, അതുകൊണ്ട് ഇത് UK പ്രോഡക്റ്റ് ആണ്. ചിലപ്പോൾ കിട്ടും വിൽറ്റൻ്റെ. അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് കോമൺ ആണ്, ഇത് നമുക്ക് നാട്ടിലെപ്പോഴും കിട്ടുന്നതാണ്. ഈ വലിയ ഫ്ലവർ നെയിൽ, ഇതിന്റെ പേര് ഫ്ലവർ നെയിൽ എന്നാണ്. അപ്പം അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറയണു. അതുപോലെ ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അരിക്കാനുള്ള ബേക്കിംഗ് പൗഡർ, മൈദ, ബേക്കിംഗ് പൗഡർ, സോൾട്ട് അല്ലെങ്കിൽ കൊക്കോ പൗഡർ, ഇതൊക്കെ കൂടി അരിക്കാനുള്ളതാണ്. ഞാൻ അരിച്ച് കാണിച്ചു. ചിലപ്പോൾ ഞാൻ ഇതിൽ മൈദ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ അരിക്കണ കണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അരിച്ചിട്ടേ സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അരിച്ചിട്ട് സാധനം എടുക്കുന്ന ഉദ്ദേശം ഒന്നുമല്ല, ചെറിയ പ്രാണികളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകണം. അല്ലെങ്കിൽ അടുത്ത മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ കേക്കിന്റെ ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ മൈദയുടെ കൂട്ടത്തിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോൾട്ട്, കൊക്കോ പൗഡർ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ല മിക്സിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടകളൊക്കെ പൊട്ടി ഇങ്ങനെ വരും. അല്ലെങ്കിൽ കേക്ക് വെന്ത് ബേക്ക് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് നമ്മളൊരു ഹോളുകൾ കാണില്ലേ, അത് ഒഴിവാക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. കണ്ട, ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടു, വളരെ ഈസിയാണ് കണ്ട. അത് അരിച്ചു കഴിഞ്ഞു കണ്ടോ, വളരെ സ്മൂത്തായിട്ട് അരിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മൾ മെസ്സേജ് ഇട്ടാൽ തരാനാണ് ഈ അരിക്കാനുള്ള കപ്പ്. അരിപ്പ് ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ ഇത് വളരെ കൺവീനിയൻ്റ് ആണ് കണ്ടോ. ഓക്കെ, ബേക്കിംഗ് പ്രോഡക്ട്സ് ഏതായിട്ടായാലും നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എത്തിച്ചു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെറിയ ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.